പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ്, പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ടി ജി മുഹമ്മദ്, കോഴിക്കോട് മുൻ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സാജിദ്, പ്രിയങ്കരനായ ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് മിസ്സബ് കീരൂർ ഉൾപ്പെടെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാരെ, ഏറ്റവും ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ സമാദരണീയനായ നേതാവ്, ഉന്നതാധികാര സമിതി അംഗവും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സംഗമം സേവ് ലക്ഷദ്വീപ് ഫോറം നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപിലെ ഇന്ന് നടക്കുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ലക്ഷദ്വീപ് എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രദേശത്തെ ഒരു തുരുത്തിനെ ഇന്ന് ഏറ്റവും വലിയ വർഗീയ അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് ആ നാടിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാര ശക്തികൾ നടക്കുന്ന ആ ശ്രമങ്ങൾക്കെതിരെ ആ നാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പാണ് ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്കൊരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവരുമ്പോൾ, പ്രഫുൽ കോട പട്ടേൽ എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവന്ന് ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരും IPS അതുപോലെ തന്നെ IAS ഉൾപ്പെടെയുള്ള റാങ്കുകളിലുള്ള ആളുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ പദവി, ആ അഡ്മിനിസ്ട്രേറ്റർ പദവി കേവലം BJPയുടെ ഒരു നേതാവ് എന്നതിനപ്പുറം ഗുജറാത്ത് ഗവൺമെന്റിന്റെ കൂടെ നിന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി കഴിവ് തെളിയിച്ചു എന്ന യോഗ്യത കൊണ്ട് മാത്രം ഒരാളെ കൊണ്ടുവന്ന് ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ കൊണ്ടുവന്നിരുത്തുകയാണ് ചെയ്തത്. നമുക്കറിയാം, അദ്ദേഹം നടപ്പിൽ വരുത്തിയ ഓരോ കാര്യങ്ങളും ആ നാടിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാരമ്പര്യങ്ങളെ തകർക്കാനുള്ള ശ്രമമായിരുന്നു. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും ഇടപെടലുകൾ നടത്തുന്ന, അവരുടെ ജീവിതത്തെ ദൈനംദിനം ഞെക്കിക്കൊല്ലുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഒരുപക്ഷെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ ഇത്രയേറെ ചെറുത്ത് തോൽപ്പിച്ച ഒരു നാടാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു കാലത്ത്, കോവിഡ് പേഷ്യന്റിന് ഒരുപക്ഷെ കോവിഡ് പടർന്നു പിടിച്ചിരുന്ന ആദ്യ തരംഗത്തിന്റെ കാലത്തും രണ്ടാമത്തെ സമയങ്ങളിലുമൊക്കെ ലക്ഷദ്വീപിലേക്ക് കടന്നു പോകുന്നവർ ആദ്യം അവിടെ നിന്ന് കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ, അവരുടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ അവിടെ കൃത്യമായി ക്വാറന്റൈൻ നൽകിയതിനു ശേഷം അതിനുശേഷമാണ് പിന്നീട് വീണ്ടും അവരെ അവിടേക്ക് പ്രവേശിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഈ പ്രവേശനം നടത്തിയതിനു ശേഷം അവിടെ ലക്ഷദ്വീപിൽ 2 ആഴ്ചക്കാലം ക്വാറന്റൈനിലിരുന്നു. അതിനുശേഷമാണ് അവർ പുറത്തു വന്നത്. അതുകൊണ്ട് കോവിഡിന്റെ നിരക്ക് കുറഞ്ഞിരുന്നു. എന്നാൽ ഇദ്ദേഹം കടന്നു വന്നു. അവിടെ കോവിഡ് നിയന്ത്രണത്തിന് ഈ അഡ്മിനിസ്ട്രേറ്റർ തലത്തിൽ നടപ്പിൽ വരുത്തിയ സമീപനങ്ങളെ ചോദ്യം ചെയ്തു. അത് മാത്രമല്ല, അവിടെ ആർക്കും കടന്നു വരാനുള്ള സൗകര്യം, എടുക്കി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കടന്നു വരാമെന്ന സൗകര്യമായി. ഇന്ന് കോവിഡ് മരണത്തിന്റെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹെലികോപ്റ്ററിൽ പോലും ആശുപത്രിയിലേക്ക്, കൊച്ചിയിലെ ആശുപത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലും രോഗികളെയുമായി കടന്നു വരേണ്ട സാഹചര്യമുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോവിഡ് വ്യാപനത്തിനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്ത് ഇന്നിപ്പോ അവരോട് പറയുകയാണ്, ലക്ഷദ്വീപിൽ പാസ് കഴിഞ്ഞ മുഴുവൻ ആളുകളും, സന്ദർശക വിസ കഴിഞ്ഞവർ, അവിടെ ജോലിക്ക് വേണ്ടി പോയവർ, അവിടെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ പോയ ആളുകൾ അവിടെ നിന്ന് പോകണമെന്ന് ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനെതിരെ കൂടിയാണ് ഇന്നത്തെ ആ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധ സമരവുമായി കൊണ്ട് സേവ് ലക്ഷദ്വീപ് ഫോറം അവിടെ സമരം നടത്തുന്നത്. തീർച്ചയായും യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിലെ ജനതക്കൊപ്പം അതിശക്തമായ
സമരവുമായി ചെറുത്തുനിൽപ്പിന് വേണ്ടി അവർക്കൊപ്പം ഐക്യദാർഢ്യം അറിയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന രീതിയിൽ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഏറ്റവും വലിയ കാടത്ത പരിഷ്കാരങ്ങളുമായി കടന്നു വരുന്ന പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന ആ അഡ്മിനിസ്ട്രേറ്ററെ പുറത്താക്കണമെന്ന്, അവിടെ നിന്ന് ആട്ടിപ്പായിക്കണമെന്ന് ജനാധിപത്യ ഗവൺമെന്റിന് മുമ്പിൽ അവരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് വരാനാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരവുമായി കൊണ്ട് കടന്നു വരുന്നത്. തീർച്ചയായും നമുക്കറിയാം, ലക്ഷദ്വീപിലെ ജനതകൾ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, അവർക്ക് അവരുടെ ആശ നഷ്ടപ്പെടുമ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. നിഷ്കളങ്കരായ മനുഷ്യരാണവർ. അവർ ഒരു നാടിന്റെ സൗന്ദര്യത്തെ, തങ്ങളുടെ സംസ്കാരത്തെ ഇത്രയേറെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ജനത. ആ ജനത ഈ കേരളവുമായി എത്രയേറെ ആത്മബന്ധമുണ്ട്. നമുക്കറിയാം, ഈ ബേപ്പൂർ തുറമുഖത്താണ് അവരുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ അവർ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബേപ്പൂർ തുറമുഖത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തോട്, കോഴിക്കോട്, കൊച്ചിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാട്. ആ നാടിനോട് അവിടുത്തെ ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഈ കേരളത്തിൽ അവർ പ്രതീക്ഷയോടുകൂടി നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷദ്വീപിൽ നമ്മൾക്കൂടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, ഈ കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചവർ, വിവിധ കലാലയങ്ങളിൽ നമുക്കൊപ്പം പഠിച്ചവർ, അവർ ഓരോ ദിവസവും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ ഞങ്ങളുടെ നാടിന്റെ ഈ നന്മയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുള്ള നിസ്സഹായരായ ആ ജനതയുടെ സന്ദേശത്തിനൊപ്പം നിൽക്കാനാണ്, അവർക്കൊപ്പം നിൽക്കാനാണ് മുസ്ലിം യൂത്ത് ലീഗ് കടന്നു വരുന്നത്. ഞങ്ങൾ പറയുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങൾക്കൊപ്പമാണ്. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ കൂടെയാണ്. ജനാധിപത്യത്തിന്റെ പോർമുഖങ്ങളിൽ നിന്നുകൊണ്ട് ആ ലക്ഷദ്വീപ് ജനതക്ക് നീതി ലഭ്യമാക്കാനുള്ള പോരാട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമായി കൊണ്ടാണ് ഞങ്ങളുടെ അഭിവന്ദ്യരായ നായകൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസും നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട്ട് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഈ സമരപ്പന്തലിരിക്കുന്നത്. അഭിവന്ദ്യനായ മുസ്ലിം ലീഗിന്റെ സമാദരണീയനായ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ സമരത്തിന്റെ ഈ നെടുനായകത്വം ഏറ്റെടുത്തുകൊണ്ട് ജനാധിപത്യപരമായുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങളും മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്തുകയാണ്. തീർച്ചയായും ആ ഇടപെടലുകൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്ദ്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, നമുക്കറിയാം ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടൽ നടത്തുന്ന ജനാധിപത്യ പ്രതിഷേധത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ കേരളത്തിലെ യുവതയുടെ ശബ്ദമായി മാറിയ യൂത്ത് ലീഗിന്റെ പ്രിയങ്കരനായ അമരക്കാരൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ സമരപ്പന്തലിൽ നടക്കുന്ന ഈ ഐക്യദാർഢ്യ സമരത്തിൽ അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരനായ പ്രിയപ്പെട്ട പി.ജി. മുഹമ്മദ്, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രിയങ്കരനായ സാജിദ് നെടുവണ്ണൂർ, പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കീരിയൂർ, മറ്റു ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഈ സമരത്തെ, MSFന്റെയും ഒക്കെ നേതാക്കന്മാർ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാനിരിക്കുന്നുണ്ട്. ഈ സമരത്തിന് കടന്നു വന്നിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും, ഈ സമരം വീക്ഷിക്കാനെത്തിയ മുഴുവൻ ജനാധിപത്യ സഹോദരന്മാരെയും ഞാൻ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പി.ജി. മുഹമ്മദിനെ ക്ഷണിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ലക്ഷദ്വീപിലെ ജനതയോട് ഇന്ത്യ ഭരിക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടം കാണിക്കുന്ന അനീതികൾക്കെതിരെ ഇന്ന് ആ ജനത ഉപവാസമിരിക്കുകയാണ്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആദരണീയരായ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി.കെ. ഫിറോസ് സാഹിബും ഈ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന്റെ മുമ്പിൽ ഉപവാസമിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെല്ലാവരും അവരുടെ വീടുകളിൽ ഉപവാസമിരിക്കുകയാണ്. ഈ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത് ആദരണീയനായ മുസ്ലിം ലീഗിന്റെ
ഉന്നതാധികാര സമിതി അംഗവും മലപ്പുറം ജില്ലാ അധ്യക്ഷനും ലക്ഷദ്വീപ് ജനതയോട് മാത്രമല്ല ഫാഷിസ്റ്റ് ഭീകരന്മാർ കാണിക്കുന്ന സകല ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അതിശക്തമായ സമരങ്ങൾക്ക്, ജനാധിപത്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ സമര പരമ്പരകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഈ സമര നായകന്മാർക്ക് അദ്ദേഹം ഹാരാർപ്പണം നടത്തുകയാണ്. അതിന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ സ്വീകരിക്കുന്നതിനു വേണ്ടി സമരനായകർ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് പി കെ ഫിറോസ് സാഹിബിനെ ഹാരാർപ്പണം നടത്തുന്നു. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനു വേണ്ടി ബഹുമാന്യനായ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ്, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി കെ ഫിറോസ്, പ്രിയപ്പെട്ട പി ജി, വേദിയിലെ മറ്റ് എൻ്റെ സുഹൃത്ത് ആഷിഖ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാരടക്കമുള്ള എൻ്റെ സഹോദരന്മാർ, ഒരുപക്ഷെ ആയിരങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സദസ്സും ഒരു സമര മുഖവുമാണിപ്പോൾ ഇവിടെ. പക്ഷേ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ അത് സാധിക്കാതെ വന്നിരിക്കുന്നു. ആളുകളുടെ എണ്ണമല്ല, ഇവിടെ മനസ്സാണ്, മനോഭാവമാണ്. ഒരു ഭരണകൂടത്തിൻ്റെ മനോഭാവം തിരുത്തണം എന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ആ ഭരണകൂടത്തിൽ പങ്കാളികളായിട്ടുള്ള അധികാരികളുടെ ആ മനോഭാവങ്ങളുടെ 10 ഇരട്ടി ശക്തിയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യുവജന മുന്നേറ്റം അവരവരുടെ വീടുകൾക്ക് മുമ്പിൽ, പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സ് ഇവിടെയല്ല, ശാരീരികമായിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെയാണ്. എന്നാൽ ഒരു തവണയെങ്കിലും ലക്ഷദ്വീപ് സന്ദർശിക്കുവാൻ സാധിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ മനസ്സിപ്പോൾ ലക്ഷദ്വീപിലാണുള്ളത്. ശരീരമേ കേരളത്തിലുള്ളൂ. നമ്മുടെ എല്ലാം മനസ്സിപ്പോൾ ലക്ഷദ്വീപ് ജനതയോടൊപ്പമാണ്. അവരിപ്പോൾ ഉപവാസത്തിലാണ്. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസം അവരുടെ ജീവനും സ്വത്തും സംസ്കാരവും ചോദ്യചിഹ്നത്തിലാണ്, ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും ഉറപ്പുകൊടുക്കുന്ന സവിശേഷതകൾ, വിശേഷണങ്ങൾ, ഒരു വ്യക്തിയുടെ അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ സംസ്കാരം, ജീവിക്കാനുള്ള അവകാശം, അവൻ്റെ സ്വത്തിൻ്റെ സംരക്ഷണം, ഇതെല്ലാം ഒരു സ്റ്റേറ്റിൻ്റെ ചുമതലയാണ്. അതൊക്കെ സംരക്ഷിക്കേണ്ടത് പൗരന്മാർക്ക്, അതൊക്കെ സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ചുമതലയാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ഭരണകൂടം ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ ആ അവകാശങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു, ഹനിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സ്വത്ത്,
അവരുടെ ജീവൻ, അവരുടെ സംസ്കാരം, ഇതിനെയാണ് കടുത്ത നടപടികളിലൂടെ അവരില്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ ചരിത്രം, പൗരാണികമായിട്ടുള്ള ചരിത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു സമതലമാണ് ലക്ഷദ്വീപ്. നമുക്കറിയാലോ, എല്ലാ ദ്വീപുകളും ആഴക്കടലിൻ്റെ കളിപ്പാട്ടങ്ങളാണ്. ലോകത്തൊരുപാട് ദ്വീപുകളുണ്ടല്ലോ. ആഴക്കടലിൽ അവിടെ ചെറിയ കരകളായി നിലനിൽക്കുന്ന ഭൂമിശാസ്ത്രമായിട്ടുള്ള അത്തരം പ്രത്യേകതകൾ, അതാണ് ദ്വീപുകൾ. ആധികാരികമായിട്ട് നമുക്ക് പറയാം, ആഴക്കടലിന്റെ സന്തതികളെന്നോ ആഴക്കടലിന്റെ കളിപ്പാട്ടങ്ങളെന്നോ. കാരണം ആഴക്കടലിൽ ഇവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കും തിരമാലകൾ. എന്നാൽ വൻ തിരമാലകൾ എന്ന് അവരെ മൂടുകയില്ല. ഏതൊരു ദ്വീപിനെയും കൊച്ചു കൊച്ചു തിരമാലകൾ കൊണ്ട് തഴുകലാണ് കടലിന്റെ പ്രത്യേകത എന്നുള്ളത്. കാരണം അവിടെ ജീവിക്കുന്ന മനുഷ്യർ അത്രമാത്രം നിഷ്കളങ്കരാണ് എന്ന് കടലുകൾക്ക് പോലും തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ ആ ഭരണകൂടത്തിലുള്ള വെറുപ്പ് നമുക്ക് തോന്നുന്നത്. ഒരു കടലിന് തോന്നുന്ന സ്നേഹം ആ കടലിനോട് ഓരത്ത് പാർക്കുന്ന മനുഷ്യരോട് തോന്നാത്തൊരു ഭരണകൂടം, അതാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കടൽ അവർക്ക് മീൻ കൊടുക്കുന്നു. ദ്വീപുകാരുടെ പ്രത്യേകത അതാണ്. ഇഷ്ടംപോലെ മീൻ കിട്ടും, അവർ നല്ലവണ്ണം മീൻ തിന്നുകയും ചെയ്യും. അവിടെ സന്ദർശകരൊക്കെ നല്ലവണ്ണം മീൻ വെച്ച് വിളമ്പുകയും ചെയ്യും. അത് അവരുടെ ജീവനാണ്, ജീവിതോപാധിയാണ്. എന്നാൽ ഇപ്പോ ആ ജീവിതോപാധിയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ആ മീൻപിടുത്തത്തെയും നിയന്ത്രിക്കുകയാണ്. അതൊക്കെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നു. വികസനം എന്നാണ് ലക്ഷദ്വീപിലെ ഈ കടന്നുകയറ്റത്തെ കേന്ദ്ര ഭരണകൂടം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വികസനത്തിന്റെ മറവിൽ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അത്യാഹിതങ്ങൾ, അതിനെയാണ് ലക്ഷദ്വീപ് ജനത എതിർക്കുന്നത്, വികസനത്തെ അല്ല. പകത്തിയില് വിമാനത്താവളമുണ്ട്. അത് അവിടുത്തെ ജനങ്ങൾ സംഭാവന ചെയ്തതാണ് ആ സ്ഥലം. വികസനത്തിനെതിരായിരുന്നെങ്കിൽ അവരത് ചെയ്യുകയില്ലല്ലോ. എന്നാൽ ലക്ഷദ്വീപ് സമൂഹത്തിനെതിരെ, അവിടുത്തെ ജനതക്കെതിരെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു, അതിന്റെ പേരിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത തരത്തിലുള്ള കുപ്രചാരണങ്ങൾ അവിടെ പ്രചരിപ്പിക്കുന്നു ഭരണകൂടം. പ്രഫുൽ പട്ടേലിനെ നിയോഗിച്ചത് തന്നെ കീഴ്വഴക്കങ്ങൾക്കെതിരാണ്. ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെങ്കിൽ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് യോഗ്യതകൾ വേണം. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോ ചുരുങ്ങിയ പക്ഷേ ഏതെങ്കിലും ഒരു സിവിൽ സർവീസിന്റെ യോഗ്യത വേണം. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേവലം ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മാത്രമുള്ള ഒരാളെ ലക്ഷദ്വീപിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ഇദ്ദേഹത്തെ മറ്റു പലയിടങ്ങളിലും നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ നിയോഗിച്ച സർക്കാരുകളുടെ, അത് കേന്ദ്ര സർക്കാരാകാം, ചില സംസ്ഥാന സർക്കാരുകളാകാം, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നുകൊടുക്കുന്ന ഒരു ഉപകരണം മാത്രമായി അഡ്മിനിസ്ട്രേറ്റർ തരം താഴുകയാണ്. ലക്ഷദ്വീപ് ജനതയുടെ നിഷ്കളങ്കത അതിനെ മറയാക്കി അവരെന്തും ചെയ്യാം
എന്നാണ് പ്രഫുൽ പട്ടേലും അദ്ദേഹത്തെ നിയോഗിച്ചവരും വിചാരിക്കുന്നത്. പക്ഷേ അവരുണർന്നിരിക്കുന്നു. ലക്ഷദ്വീപ് സമൂഹം നിഷ്കളങ്കരാണ്, ശരി തന്നെയാണ്. പക്ഷേ അവരും ഏറ്റവും വലിയൊരു ആയുധം പുറത്തെടുത്തിരിക്കുകയാണ്. ആ ആയുധം ഇന്ത്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയാണ്. തിന്മകൾക്കെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, അധിനിവേശങ്ങൾക്കെതിരെ പ്രയോഗിച്ച ശക്തമായ ആയുധം, മഹാത്മജി പ്രയോഗിച്ച ആയുധം, സഹനത്തിന്റെ ആയുധം. അദ്ദേഹം കീഴ്പ്പെടുത്തിയത് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. മഹാത്മജി കീഴ്പ്പെടുത്തിയത് ആരെയായിരുന്നു? ഇന്നത്തെ ഭരണകൂടത്തിന്റെ അവർ പിന്തുടരുന്ന, അല്ലെങ്കിൽ അവർ മാതൃകയാക്കുവാൻ, അല്ലെങ്കിൽ അവർ വെള്ള പൂശുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തിക്കെതിരെയായിരുന്നു മഹാത്മജി തന്റെ സഹന സമരം പുറത്തെടുത്തത്, അധിനിവേശ ശക്തികൾക്കെതിരെ. അവരും കോർപ്പറേറ്റുകളായിരുന്നു. ഒരു പക്ഷേ ലോകത്തിന്റെ അധിനിവേശ ചരിത്രം പരിശോധിക്കുമ്പോൾ അധിനിവേശത്തിന്റെ പിന്നിൽ നിന്നവരെല്ലാം, അല്ലെങ്കിൽ അധിനിവേശത്തിന് ശക്തി പകർന്നവരെല്ലാം അതാത് കാലഘട്ടത്തിലെ കോർപ്പറേറ്റുകളായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ അധിനിവേശത്തിന് വന്ന ബ്രിട്ടീഷുകാർ, അവരന്നത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളായിരുന്നല്ലോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വക്താക്കൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന അന്നത്തെ പല ഭൂഖണ്ഡങ്ങളിലും ആസ്തികളുണ്ടായിരുന്ന, കച്ചവടങ്ങളുണ്ടായിരുന്ന കോർപ്പറേറ്റ് സമൂഹം. ആ സമൂഹം പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. പിന്നെ അത് ഇന്ത്യയെ വിലക്കെടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തെ തന്നെ അവർ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ മഹാത്മജി സമരം ചെയ്തത് അവരോടായിരുന്നു. അധിനിവേശ ശക്തികൾക്കെതിരെയും കോർപ്പറേറ്റ് സമൂഹങ്ങൾക്കെതിരെയും ആയുധമെടുത്തുകൊണ്ടായിരുന്നില്ല, ഹിംസാത്മകവുമായിരുന്നില്ല. അഹിംസയുടെയും സഹനത്തിന്റെയും ആയുധമെടുത്തുകൊണ്ടായിരുന്നു ഗാന്ധിജി അധിനിവേശ ശക്തികൾക്കെതിരെയും അന്നത്തെ കോർപ്പറേറ്റ് സമൂഹത്തിനെതിരെയും പൊരുതിയത് എന്നുള്ളത് ചരിത്രമാണ്. എന്റെ ലക്ഷദ്വീപിലെ സഹോദരങ്ങൾ ഇന്ന് പിൻപറ്റുന്നത് ലോകം മുഴുവനും ആദരിച്ച മഹാനായ മഹാത്മജിയുടെ സമരമാർഗത്തെയാണ്. ചരിത്രത്തിന്റെ ആവർത്തനമാകാം. ലക്ഷദ്വീപ് സമൂഹവും പടപൊരുതുന്നത് പുതിയ അധിനിവേശ ശക്തികൾക്കെതിരെയാണ്, പുതിയ കോർപ്പറേറ്റ് ദല്ലാളന്മാർക്കെതിരെയാണ്. ഇന്ത്യ നടത്തി വിജയിച്ച ഒരു സമരം, ആ സമരമാണ് ലക്ഷദ്വീപുകാർ ഇന്ന് മാതൃകയാക്കുന്നത് എന്നത് ഈ സഹന സമരത്തിന്റെ വ്യാപ്തി, ആഴം വർദ്ധിപ്പിക്കുകയാണ്. അവരും സഹനത്തിന്റെ മാർഗത്തിൽ അധിനിവേശത്തിനെതിരെ, ആ അധിനിവേശം പുറത്തുനിന്ന് വന്നവരല്ല എന്ന് മാത്രം. ഗാന്ധിജി പുറത്തുനിന്ന് വന്ന അധിനിവേശത്തിനെതിരെയാണ് പോരാടിയത്. എന്നാൽ ലക്ഷദ്വീപിലെ ജനത അവർക്ക് അകത്തു നിന്നുള്ള അധിനിവേശക്കാർക്കെതിരെ പൊരുതാനുള്ള, അതിനെതിരെ പോരാടാനുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ഇന്ത്യയെ തകർക്കുക, അത് ഏറ്റവും അപകടകരമാണല്ലോ. പുറത്തുനിന്ന് വരുന്നവരെ തകർക്കാൻ, അല്ലെങ്കിൽ അവരോട് പോരാടാൻ, അവരെ പ്രതിരോധിക്കുവാൻ അത് പ്രകടമാണ്. പുറത്തുനിന്ന് ആരെങ്കിലും അധിനിവേശത്തിൽ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരും അതിന് മുന്നോട്ട് വരും. കാരണം ആ അക്രമികൾ പ്രകടമാണ്, അവരെ നമുക്ക് കാണാൻ കഴിയും.
ഏത് കൂരിരുട്ടിലും പുറത്തുനിന്ന് വരുന്ന അക്രമികളെ നമുക്ക് കരുതിയിരുന്നാൽ കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഇവിടെ അകത്തു നിന്നുള്ള അക്രമികളാണ്, രാജ്യത്തിനകത്തു നിന്നുള്ള അക്രമികൾ, ഭരണകൂടത്തിനത് അകത്തു നിന്നുള്ള അക്രമികൾ. ഒരു ഭരണകൂടം പൗരന്റെ ജീവനും സ്വത്തിനും സംസ്കാരത്തിനും സംരക്ഷണമേകാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ അകത്തെ അക്രമികൾ, ഗൂഢശക്തികൾ ഇന്ത്യക്കാരായ സമൂഹത്തിന്റെ തന്നെ ജീവനും സ്വത്തും സംസ്കാരവും തകർക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അകത്തു നിന്നുള്ള ശത്രുവിനെതിരെയുള്ള പോരാട്ടം അത് പുറത്തു നിന്നുള്ള ശത്രുവിനെ തുരത്താനുള്ള പോരാട്ടത്തെക്കാളും പ്രധാനമാണ്. അല്ലെങ്കിൽ അതിനേക്കാളും ശക്തമായി ചെയ്യേണ്ട കാര്യമായിരിക്കും. അകത്തു നിന്നുള്ള ശത്രുവിനെ തുരത്തുകയാണ് പ്രധാനം. വേറെ കൂടുതൽ ഉദാഹരണമൊന്നും വേണ്ട. കൊറോണ എന്നതിന്റെ വലിയ ഉദാഹരണമാണല്ലോ. കൊറോണ എന്ന വൈറസ് പുറത്ത് നമുക്ക് സോപ്പിട്ട് കഴിക്കാൻ വേഗം പോകും. പുറത്തുനിന്ന് പെട്ടെന്ന് സോപ്പിട്ട് കഴിക്കാൻ നമുക്ക് ഇല്ലാതാക്കാം. എങ്ങനെയെങ്കിലും അകത്ത് കയറിയാലോ ആ വൈറസിനെതിരെ ശരീരം മുഴുവനും ശക്തമായി പ്രതിരോധിക്കേണ്ടി വരുന്നു. എല്ലാ അവയവങ്ങളും ഒരേപോലെ അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നു. അതാണ് വ്യത്യാസം. പുറത്തുള്ള ശത്രുവിനേക്കാളും അകത്തു നിന്നുള്ള ശത്രു തന്നെ ശക്തി പ്രാപിക്കുമ്പോൾ അതിനെ വളരെ ശക്തമായി പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയാം. അവിടെയാണ് രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യം. ലക്ഷദ്വീപ് സമരം ഒരു പാഠപുസ്തകമായി മാറുന്ന അതാണ്. ഒറ്റക്കെട്ടായ സമരത്തിന്റെ പ്രാധാന്യം അതാണ് ഈ ലക്ഷദ്വീപ് സമരം, സേവ് ലക്ഷദ്വീപ് എന്നുള്ള ഈ സമരം രാജ്യത്തിന് മുമ്പിൽ നൽകുന്നത്. ഇതൊരു പാഠപുസ്തകമാണ്. ഇന്ന് നമ്മൾ ലക്ഷദ്വീപുകാരല്ല, തമിഴ്നാട്ടുകാര് ലക്ഷദ്വീപുകാരല്ല, കർണാടകക്കാര് ലക്ഷദ്വീപുകാരല്ല. എന്നാൽ ഈ 3 സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ് സമൂഹത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്നു എന്നുള്ളത് അത് നമുക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിനോട് വലിയ ബന്ധമുണ്ടല്ലോ. അവിടെ മലയാളം സംസാരിക്കുന്നവരാണ്. അത് തന്നെ വലിയ കാര്യം, വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവിടെ ഡൽഹിയില് KG പാന്ത് ആശുപത്രിയിൽ മലയാളം സംസാരിക്കരുത് എന്നൊരു ഉത്തരവ് ആശുപത്രി അധികാരികൾ പുറത്തുവിട്ടപ്പോൾ ശക്തമായി അതിനെതിരെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞു. അവർക്ക് ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. ഒരു ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ ഒരു ഭാഷ സംസാരിച്ചപ്പോൾ, അതിനെതിരെ നീങ്ങിയപ്പോൾ, ആ അവകാശത്തെ ഒരു ആശുപത്രി കോമ്പൗണ്ടിൽ എതിർപ്പുണ്ടായപ്പോൾ രാജ്യം മുഴുവനും അവിടെ ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു എന്നുള്ളതാണ്. അതൊരു ഭാഷയുടെ ശക്തിയാണ്. ലക്ഷദ്വീപിലും അവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലയാള ഭാഷയാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയും മലയാളമാണ്. അതുതന്നെ വലിയ ബന്ധമാണ്. ലക്ഷദ്വീപ് സമൂഹത്തെയും കേരളത്തെയും ഊട്ടിയുറപ്പിക്കുന്ന ബന്ധമതാണ്. ലക്ഷദ്വീപിനെ കേന്ദ്രഭരണ പ്രദേശമായി, നമ്മുടെ വേറെ സംസ്ഥാനവുമായി എന്നതിൽ കവിഞ്ഞ് ആശയപരമായിട്ടോ ജീവിതശൈലിയുമായിട്ടോ വലിയ വ്യത്യാസമില്ല. മലയാളവുമായി കേരളക്കാരുമായി വലിയ ബന്ധമെന്നും ഒരു കാത്തുസൂക്ഷിക്കുന്നു. കേരളക്കാരുടെ വലിയ താല്പര്യവുമാണ്. നിങ്ങൾ ലക്ഷദ്വീപിൽ സന്ദർശിക്കാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ വിദ്യാഭ്യാസം പോലും കേരളത്തിൽ നിന്നാണല്ലോ. ഉന്നത വിദ്യാഭ്യാസത്തിന് കൊച്ചിയിലേക്ക് വരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരുപാട് ക്യാമ്പസുകൾ അവിടെയുണ്ട്, ഗവേഷണ കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. മലയാളവും അതുപോലെ തന്നെ അറബിയും അതിന്റെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. ഈ രീതിയിലല്ല
എൻ്റെ സുഹൃത്ത് നസീം, ഇദ്ദേഹം ലക്ഷദ്വീപുകാരനാണ്. ഇദ്ദേഹം കേരളത്തിൽ പഠിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. ഫാറൂഖ് കോളേജ് അടക്കമുള്ള ഒരുപാട് കോളേജുകൾ, എറണാകുളത്തെ കോളേജുകൾ, മഹാരാജാസ് അടക്കമുള്ള കോളേജുകൾ, അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കോളേജുകളിൽ ലക്ഷദ്വീപ് വിദ്യാർത്ഥികളുണ്ട്. മതകലാലയങ്ങളിലും അവർ പഠിക്കുന്നുണ്ട്. അവർക്ക് ഡൽഹിയിലും ഹൈദരാബാദിലും കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള നിലക്ക് അവിടെയൊക്കെ അവർക്ക്, അതായത് വൻകരയിൽ വന്ന് പഠനം നടത്താനുള്ള സൗകര്യമുണ്ട്. അവരൊക്കെ പഠിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. ഉയർന്ന സാക്ഷരതയാണ് ലക്ഷദ്വീപിൽ, ഉയർന്ന സാക്ഷരതയാണുള്ളത്. അങ്ങനെയൊക്കെയുള്ളൊരു സമൂഹം, ആ സമൂഹത്തെ മാറ്റാൻ ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യം, കാരണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് കൂടുതലായൊന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ. ഒരാളെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലെ ഉദ്ദേശത്തെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്ന് എല്ലാവരുടെയും ബുദ്ധി വികസിച്ച കാലമാണ്. തമാശയായി പറയാറുണ്ടല്ലോ, പ്രസവിക്കുന്ന കുട്ടിക്ക് തന്നെ മൊബൈൽ കിട്ടിയാൽ അവൻ അതിന്റെ പ്രൊഫൈൽ പിക്ചർ ഇടും എന്ന് പറയപ്പെടുന്ന ഒരു കാലമാണിത്. അപ്പൊ തലമുറകളിൽ തന്നെ ആ വ്യത്യാസമുണ്ട്. ഇവിടെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഒരു സമൂഹത്തെ ഇല്ലാതാക്കുന്നു. ലക്ഷദ്വീപ് സമൂഹം എപ്പോഴും വിശ്വാസപരമായിട്ടുള്ള സവിശേഷതകളിൽ അതിനെ പിന്തുടരുന്നവരാണ്. അവിടെ ഒരു കാര്യം അവരിപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ മുഴുവനും, അല്ലെ ഒരിക്കൽ സുനാമി ആഞ്ഞടിച്ചൊരു കാലം, കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും സമുദ്ര തീരങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കി. നമ്മുടെ കേരളവും അതിന്റെ ഇരയാണ്. എത്രയോ ജീവൻ പൊലിഞ്ഞും ഇന്ത്യയിലെ പല മദ്രാസ് മറീന ബീച്ച് അടക്കമുള്ള പ്രദേശങ്ങളിൽ സുനാമി ആഞ്ഞടിച്ചല്ലോ. നമ്മുടെ കേരളക്കരയിൽ ആഞ്ഞടിച്ചു. കരുനാഗപ്പള്ളി ആ ഭാഗങ്ങളിൽ നമ്മുടെ അമ്മയുടെ ആസ്ഥാന പ്രദേശമൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെ ആഞ്ഞടിച്ചു. മലബാറിലും പലയിടത്തും ആഞ്ഞടിച്ചു. ഗോവയിൽ ആഞ്ഞടിച്ചു. പക്ഷേ ഈ കടലിന്റെ, ഈ ആഴക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപില് അതിന്റെ പേരിൽ ഒരു തിരമാല പോലും കയറി വന്നില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. ആ കയറി വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് അവർ വിശ്വസിക്കുന്നത്, അവർ തികഞ്ഞ ദൈവവിശ്വാസികളാണ്. അതുപോലെ തന്നെ അവര് മതവിശ്വാസികളാണ്, മതചിട്ടകൾ പാലിക്കുന്നവരാണ്. 99% മുസ്ലിങ്ങളാണ്. മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പുലർത്തേണ്ടവരാണ്. എന്നാൽ ലക്ഷദ്വീപുകാർ അതൊക്കെ കൂടുതൽ ഭംഗിയായി അതൊക്കെ നിറവേറ്റുന്നു എന്നവർ വിശ്വസിക്കുന്നു. അതായത് നിസ്കാരം, നോമ്പും ഹജ്ജും സക്കാത്തും എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ ലക്ഷദ്വീപുകാർ അതിനൊക്കെ പുറമെ വൈകുന്നേരമായാൽ അവരുടെ വീടുകളിൽ ഒതുങ്ങുന്നു. കൈകളിൽ കിതാബുകളുണ്ടാവും. മൗലിദിന്റെ കിതാബുണ്ടാവും. മൗലിദ് പാരായണം നടത്തും. ഹദ്ദാദ് പാരായണം നടത്തും. ഓരോ ദ്വീപിലും, ദ്വീപുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഓരോ ദ്വീപിലും ഈ കടലുകൾക്ക് മീൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ലക്ഷദ്വീപിൽ മാത്രമല്ല ഓരോ ദ്വീപിലേക്കും പുണ്യപുരുഷന്മാരെയും കടലിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. മാതൃകയാക്കാനുള്ള പുണ്യപുരുഷന്മാർ. അതിപ്പോ ലക്ഷദ്വീപിൽ ആണെങ്കിൽ മുസ്ലിം സിദ്ധന്മാര്, മഹത് വ്യക്തിത്വങ്ങളെ സഹാബാക്കൾ വരും, അവരോട് വന്നിട്ടുണ്ട്. എന്നാൽ ലോകത്ത് വേറെയും ദ്വീപുണ്ടല്ലോ, ഒരുപാട് ദ്വീപുകൾ. അറ്റ്ലാന്റിക്കിലുള്ള ദ്വീപുകളുണ്ടാവും, പസഫിക്കിലുള്ള ദ്വീപുകളുണ്ടാവും, ഇവിടെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലെ ദ്വീപുകളുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചിട്ടുള്ള പുണ്യാത്മാക്കൾ, അവരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. കടൽ കൊണ്ടു കൊടുക്കുന്നതാണല്ലോ.
ദ്വീപ് സമൂഹം മാതൃകയാക്കാൻ കടൽ അവർക്ക് പുണ്യപുരുഷന്മാരെ സമ്മാനിക്കുന്നു. ലക്ഷദ്വീപിൽ സമ്മാനിക്കപ്പെട്ടത് മുസ്ലിം പുണ്യപുരുഷന്മാരാണ്. ആ മുസ്ലിം പൈതൃകത്തെ ജീവിതത്തിൽ തെറ്റാതെ കാത്തു സൂക്ഷിക്കുന്നു. ഇന്നും ആധുനികമായ വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞിട്ടും ലക്ഷദ്വീപിലെ സാധാരണ പൗരന്മാർ അവർ പറയുന്നത്, അവർ പുലർത്തുന്ന ആ വിശ്വാസം, ആ ദിക്റ്, ആ സ്വലാത്ത്, മറ്റു മതപരമായിട്ടുള്ള കർമ്മങ്ങൾ, അതുകൊണ്ടാണ് സുനാമി ലക്ഷദ്വീപിലേക്ക് ആഞ്ഞടിക്കാതിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസമാണ്, ഓരോരുത്തരുടെ വിശ്വാസമാണ് അവരെ സംരക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ സാംസ്കാരികമായിട്ട് തന്നെ ഉയർന്നു നിൽക്കുന്ന ആ പ്രദേശത്ത് ആ സംസ്കാരത്തെ ഇല്ലാതാക്കി ടൂറിസം പറിച്ചു നടാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ടൂറിസം ഇപ്പോഴും തന്നെ അവിടെ ഉണ്ട്. ബംഗാളദ്വീപ് അതിനുള്ളതാണ്. 36 സമൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ്, അതിൽ 10 ദ്വീപിലെ ജനവാസമുള്ളൂ. ടൂറിസത്തിന് ഇഷ്ടംപോലെ സാധ്യതകൾ അവിടെയുണ്ട്. ബംഗാരം പോലെയുള്ള ദ്വീപുകളിൽ ഉണ്ടായിക്കോട്ടെ. ടൂറിസം നല്ലൊരു വരുമാന മാർഗമാണല്ലോ. നമ്മളാരും അതിനെ എതിർക്കുന്നില്ല, ലക്ഷദ്വീപുകാരും അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ജനവാസ കേന്ദ്രങ്ങളിൽ അതിന്റെ പേര് പറഞ്ഞ് അവിടെ നിന്ന് അവരെ ആട്ടിപ്പായിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം, അതിനെ ലക്ഷദ്വീപ് സമൂഹം എതിർക്കുന്നു. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ലക്ഷദ്വീപിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്നുള്ളവർക്ക് നമ്മൾ കേരളീയരും തയ്യാറാകുന്നു. കേരള നിയമസഭ തന്നെ ലക്ഷദ്വീപ് സമൂഹത്തിനെതിരെയുള്ള അടിച്ചമരത്തിനെതിരെ പ്രമേയം പാസാക്കി കഴിഞ്ഞു. ഓരോ കേരളീയന്റെയും മനസ്സിനൊപ്പമാണ് മുനവറും ഫിറോസും കൂടി ഉപവാസത്തിൽ. അവരോടൊപ്പം യൂത്ത് ലീഗിന്റെ അസംഖ്യം ആളുകൾ സംസ്ഥാനത്ത് ഉപവാസത്തിൽ പങ്കെടുക്കുന്നു. ഈ ഉപവാസത്തിന് എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും നേർന്നുകൊണ്ട് നമ്മളെല്ലാവരും എന്നും ലക്ഷദ്വീപ് സമൂഹത്തോടൊപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. കേരള ഗവൺമെന്റുകളുടെ ജനവിരുദ്ധമായ ഒട്ടനവധി നിയമങ്ങൾക്കെതിരെ, നയങ്ങൾക്കെതിരെ നിരന്തരമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരള യുവചേതനയുടെ കരുത്തുറ്റമരക്കാരൻ പാണക്കാട് സയ്യിദ് മുനവ്വർ ഈശാഫ് തങ്ങൾ തന്നെയാണ് ഈ സമരത്തിനും നേതൃത്വം നൽകുന്നത്. പൗരത്വ നിയമവും അതുപോലെ തന്നെ പ്രവാസികളോടുള്ള അവഗണനയും തുടങ്ങി നിരവധിയായ കശ്മീർ ഇഷ്യൂവും ആൾക്കൂട്ട കൊലപാതകവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം നിരന്തരമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പാണക്കാട് സയ്യിദ് മുനവ്വർ ഈശാഫ് തങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള PG മുഹമ്മദ്, ഈ ഐക്യദാർഢ്യ സദസ്സിന്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നമ്മോട് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാരി സമിതി അംഗവും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, എന്നോടൊപ്പം ഈ ഐക്യദാർഢ്യ സദസ്സിൽ സംബന്ധിക്കുന്ന എന്റെ സഹപ്രവർത്തകൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, നമ്മെ സ്വാഗതം ചെയ്ത യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ആഷിഖ് ചെറുവൂർ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റുമായ VV മുഹമ്മദ് അലി, മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴൂർ, ദേശീയ MSFന്റെ വൈസ് പ്രസിഡന്റ് അഹമ്മദ് സാജു, MSFന്റെ ജില്ലാ ഭാരവാഹികൾ, യൂത്ത് ലീഗിന്റെ ജില്ലാ മണ്ഡലം ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ലക്ഷദ്വീപ് വിഷയം തുടങ്ങിയ അന്നു മുതൽ അതിനെ പ്രതിരോധം തീർത്ത ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. ഇവിടെ ബഹുമാന്യരായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വിശദമായി ആ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടത്തിയ
പ്രതിഷേധ ചടങ്ങ് ഇന്ത്യയിലുടനീളം അത് ഏറ്റുപിടിച്ചുകൊണ്ട് ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു ദിനമായി നമ്മൾ ആചരിച്ചു. മാത്രമല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ നാഷണൽ കമ്മിറ്റി വിവിധ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓൺലൈനിൽ വിശദമായ ചർച്ചയും ഡിബേറ്റും നടത്തി. കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗും വിവിധ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും രാഷ്ട്രപതിക്ക് കത്തയച്ചുകൊണ്ട് നിവേദനം അയക്കുകയും ചെയ്തിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് സേഫ് ലക്ഷദ്വീപ് ഫോറം ലക്ഷദ്വീപിൽ ഉപവാസം ഇരിക്കുകയാണ്, നിരാഹാര സമരം നടത്തുകയാണ്. അവരുടെ ജീവന് വേണ്ടിയും സ്വത്തിനു വേണ്ടിയും അവർ ജനിച്ചു വീണ ആ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും അവരോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപ് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ ഇവിടെ ഉദ്ഘാടകൻ വളരെ വിശദമായി നമ്മോട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹം അത് ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ദ്വീപ് സമൂഹമാണ്. അവിടെ പോയാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ മനോഹാരിത. അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് തങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. വളരെ നിഷ്കളങ്കരായിട്ടുള്ള സ്നേഹനദികളായിട്ടുള്ള ആളുകൾ. അവിടേക്ക് ആതിഥേയത്വം നമ്മൾ അനുഭവിച്ചവരാണ്. അങ്ങനെയുള്ള ഒരു ജനവിഭാഗം വളരെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകങ്ങളായി നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായി കാണിക്കാൻ കഴിഞ്ഞവരാണ് അവരൊക്കെ. അവർ വളരെ സമാധാനപൂർവ്വം ജീവിച്ചു പോകുന്നവരാണ്. ആരെയും അവർ ആക്രമിക്കുന്നില്ല. അവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭ്യസ്തവിദ്യരായി അവർ ഗവൺമെന്റ് മേഖലയിൽ ജോലി കിട്ടി. അങ്ങനെ വളരെ സമാധാനപൂർവ്വം അവരുടെ ജീവിതം ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജീവിച്ചു പോകുന്നവരാണ്. അവിടെയാണ് ഗുണ്ട ആക്ട് പോലുള്ള ആക്ടുകൾ, പാസ പോലുള്ള ആക്ടുകൾ, ക്രൈം റൈറ്റ് സീറോ ആയിട്ടുള്ള ദ്വീപിൽ ഗുണ്ട ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. കാരണം ലോകത്തെവിടെയും പുരോഗതിയും ഡെവലപ്മെന്റും ഉണ്ടായിട്ടുണ്ട്. ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റാണ്. നമ്മളൊരിക്കലും വികസനത്തിന് എതിരല്ല, വികസനത്തോട് വിമുഖത കാണിക്കുന്നില്ല. പക്ഷേ വികസനം എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ പ്രകൃതിയോടും മനുഷ്യജീവിയോടും മനുഷ്യേതര ജീവികളോടും എല്ലാവരോടും നീതി കാണിച്ചിട്ടുള്ള ഒരു വികസനമായിരിക്കണമെന്നാണ് ലോകത്ത് പല വികസന രാജ്യങ്ങളും കാണിച്ചു തന്നിട്ടുള്ളത്. ലോകത്ത് ഇന്ത്യയെക്കാളും എത്രയോ വികസിത രാജ്യങ്ങൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ടൂറിസം ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ മണ്ണിനെയോ മനുഷ്യരെയോ അവർ ആക്രമിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. ലക്ഷദ്വീപ് എന്ന് പറയുന്ന കേരളത്തിനോട് തൊട്ട് ചാരിക്കിടക്കുന്ന നമ്മുടെ സഹോദരന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദ്വീപ്, അവിടെ വികസനം എന്ന പേരിൽ അവിടെ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിരിക്കുകയാണ്. മദ്യം അവരുടെ വിശ്വാസത്തിനെതിരാണ്. പക്ഷെ അവരവിടെ മദ്യം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഏറ്റവും വലിയ ഇൻകമായിരുന്നു ഫിഷിംഗ്. നമുക്കറിയാം, ട്യൂണ പോലുള്ള ഫിഷ്, ലക്ഷദ്വീപിന്റെ ട്യൂണ ഫിഷ് ലോകത്തെമ്പാടും ഏറെ പ്രിയപ്പെട്ടതാണ്. ആ ഫിഷിങ്ങിനുള്ള ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫിഷിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഫിഷിംഗ് ഉപകരണങ്ങളും അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം, നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നാം എല്ലാവരും. അവിടെ ബീഫ് ബാൻ ചെയ്തു, കാറ്റിൽ ബാൻ ചെയ്തു. അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബീഫും കാറ്റിലും ഒക്കെ അവർ ബാൻ ചെയ്തു. അങ്ങനെ എല്ലാത്തിനും ഒരു
കടിഞ്ഞാണിട്ടുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റലാണ്. ഇവിടെ കേന്ദ്ര ഫാസിസ്റ്റ് ഗവൺമെന്റ് അവരുടെ ഓലി അജണ്ടകളാണ് ഇവിടെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അജണ്ടകൾ കുറെ കാലങ്ങളായി ഇവിടെ ഓരോന്നായി നടപ്പിൽ വരുത്തുകയാണ്. CAA പോലുള്ള സമരങ്ങൾ, CAA പോലുള്ള ബില്ലുകൾ, പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ ഇന്ത്യ ഒട്ടാകെ വലിയ വലിയ സമരങ്ങളുണ്ടായി, ഷാഹീൻ ബാഗുകളുണ്ടായി. മുസ്ലിം യൂത്ത് ലീഗ് 40 ദിവസം പ്രിയപ്പെട്ട ഫിറോസിന്റെയൊക്കെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ തെരുവോളങ്ങൾ കത്തുകയുണ്ടായി. അങ്ങനെ പ്രതിഷേധം വിരമ്പി. പക്ഷെ എന്നിട്ട് പോലും അത് വകവെക്കാതെ അവരുടെ അജണ്ടകൾ ഇവിടെ നടപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അതിന്റെ സുപ്രീം കോടതിയിൽ വീണ്ടും അത് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്ന സൗഹൃദത്തെയും മതേതര അന്തരീക്ഷത്തെയും തകർക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ വളർന്നു വരുന്നവരുണ്ട്, അഭ്യസ്ത വിദ്യരായി വളർന്നു വരുന്നവരുണ്ട്. അവർക്കൊന്നും ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പങ്കാളികളാവുക എന്ന ലക്ഷ്യത്തെക്കാൾ അവരെയൊക്കെ തമ്മിലടുപ്പിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. അവിടെയാണ് ഇതിപ്പോ രണ്ടാമത് ഇവിടെ ഈ ഒരു രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ കൊറോണ രോഗം ബാധിച്ച ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. പ്രതിദിനം ഏറ്റവും കൂടുതൽ കോവിഡ് കേസ് കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യം 3-4 ലക്ഷങ്ങൾ ദിനേന രോഗബാധിതരായി മാറുന്ന ഒരു കാലഘട്ടം. നദികളിൽ ജഡങ്ങൾ അടിഞ്ഞുകൂടുന്ന കാലഘട്ടം. നഗരങ്ങളിൽ ശ്മശാനമില്ലാതെ ആംബുലൻസിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ ഒരു വലിയ പ്രതിസന്ധി ഈ രാജ്യത്ത് നേരിടുമ്പോൾ അതിനെയൊന്നും വേണ്ട രീതിയിൽ ഗൗരവത്തോടു കൂടി കാണാതെ അത് പ്രതിരോധിക്കാൻ പരാജയപ്പെട്ട ഗവൺമെന്റായി കേന്ദ്ര ഗവൺമെന്റ് മാറിയ ഒരു സമയമാണിത്. അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ ഈ രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ നമ്മുടെ സഹോദരന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക. അവരേറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ആരോഗ്യപരമായ പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് കൊച്ചിയിലേക്ക് വരണം, അതിന് ആംബുലൻസ് വേണം. അതൊക്കെ വളരെ തുച്ഛമായ നിരക്കിൽ അത് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇത് ഇന്ന് പ്രൈവറ്റൈസ് ചെയ്തു. അവിടുത്തെ ജീവിതം സാമ്പത്തികമായി ബാധ്യത കൂടി വന്നു. ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു നാട് കൂടിയാണ്. കാരണം അവിടെ പല വേലകൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, തയ്യൽ വർക്കേഴ്സ്, അതുപോലെ നാളികേരം വിടുന്ന ആളുകൾ, ഇവരൊക്കെ ഇന്ന് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു സമ്പത്ത് കൂടിയാണ് നാളികേരം. അങ്ങനെയുള്ള ഒരു വരുമാന മാർഗവും നിലച്ചിക്കാൻ പോകുന്ന സാഹചര്യം അവരുടെ ഭൂമി റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി NOC വാങ്ങുക. അവർ സ്വന്തം ജനിച്ച നാട്ടിൽ പോലും സ്വാതന്ത്ര്യമില്ലാത്ത എങ്ങനെയാണോ സയണിസം പാലസ്തീനിൽ അവിടെ കയ്യേറിയത്, ആ രീതിയിൽ കയ്യേറാനുള്ള ശ്രമമാണ് ഇവിടെ ഇന്ന് ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ ഈ സമരം ഇതൊരു ഹിംസാത്മകമായ ഗാന്ധിജിയുടെ സമരമാർഗമാണ്. പ്രാർത്ഥനയോടുകൂടി, അധ്യാത്മക മനസ്സോടുകൂടി ഇന്ന് ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങൾ ഈ കരിനിയമത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്, അതിനെതിരെയുള്ള സമരത്തിലാണ്. അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെ നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ അപാലവൃതം ജനങ്ങൾ പങ്കെടുത്ത് ഇന്ന് ഇന്ത്യയാകെ കത്തി ഏറ്റവും വലിയ തെരുവ് വീതികളായി മാറുന്ന, തെരുവിൽ സമരങ്ങൾ തീർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ കോവിഡ് ഇല്ലെങ്കിൽ ഉണ്ടാവുമായിരുന്നു. ഈ വിഷയത്തിൽ ഇത് ഒരു മുസ്ലിം വിഷയമാക്കി കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് രാഷ്ട്രീയ വിഷയമാക്കി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിന്റെ ഗുജറാത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഡയമണ്ട് ഡ്യൂവിൽ അഡ്മിനിസ്ട്രേറ്റർ, അവിടെയൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ
പെട്ടെന്ന് ഇവിടെ നടത്താമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങളും മതജാതി ഭേദമന്യേ ഈ നിയമത്തിനെതിരെ ഇന്ന് ഒറ്റക്കെട്ടായിരിക്കുകയാണ്. കേരള നിയമസഭ അതിനെതിരെ പ്രമേയം പാസാക്കി. മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ ഘടക കക്ഷികൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിനൊപ്പമാണ് ഇന്ന് ഇവിടെ കേരള സമൂഹമുള്ളത്. ഇന്ന് UDF-ന്റെ 19 MP-മാർ കൊച്ചിയിൽ അവിടെ സമരം ചെയ്യുന്നുണ്ട്. ഈ ഒരു സമരം ഈ ബില്ല് പിൻവലിക്കുക എന്നുള്ള ആവശ്യവുമായാണ്. അത് ഗവൺമെന്റ് റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. പുനഃപരിശോധിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഇവിടെ നീതി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്ന സമരത്തിന് നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം. ഇവിടെ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള നാസി അടക്കമുള്ള ആളുകൾ അദ്ദേഹമൊക്കെ ഈ വിഷയമായി നിരന്തരം നമ്മെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പൊ അവിടെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ലോക്ക്ഡൌൺ ആയിട്ട് പോലും ലോക്ക്ഡൌണായി നേരത്തെ അവിടെ ഏറ്റവും വലിയ സേഫ് സോൺ ആയിക്കൊണ്ട് അവിടെ കോവിഡിനെ പ്രതിരോധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പിന്നീട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് നിയമം 48 മണിക്കൂറിനുള്ളിൽ ആന്റിജൻ നെഗറ്റീവ് ആണെങ്കിൽ പോകാമെന്നുള്ള ഉത്തരവ് പ്രഖ്യാപിച്ച ശേഷം 8000-ഓളം ആളുകൾ കോവിഡ് ബാധിതരായി മാറി. അവിടെ ലോക്ക്ഡൌൺ ആയി ജീവിതം താളം തെറ്റി. ഇങ്ങനെയൊക്കെ അതിക്രമം കാണിക്കുന്ന ഈ രീതി സമീപനത്തെ നമ്മൾ ഗൗരവമായി കാണണം. ലക്ഷദ്വീപിന് ഇന്ന് നടക്കുന്ന ഈ ഒരു ഉപവാസത്തിന് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും മറ്റു പോഷകരുടെയും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത ഷിഹാബ് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി പിന്തുണ എല്ലാവർക്കും ഈ ഓൺലൈനായി കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഐക്യദാർഢ്യ സംഗമത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉന്നത നേതാവും ലക്ഷദ്വീപുമായി അഭേദബന്ധവുമുള്ള ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അമരക്കാരൻ, ലക്ഷദ്വീപുമായി എന്നും ബന്ധമുള്ള ബഹുമാന്യനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബ്, അതുപോലെ തന്നെ ഈ വേദിയിലെ അധ്യക്ഷൻ, മറ്റ് പ്രവർത്തകരെ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്നുള്ള മുദ്രാവാക്യമാണ് ലക്ഷദ്വീപിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിറന്ന നാട്ടിൽ തന്നെ ജീവിക്കാൻ അവകാശം വേണമെന്നുള്ള മുദ്രാവാക്യം ഓരോ ദ്വീപിന്റെ വീടിന്റെ അകത്തളത്തിൽ നിന്നും പുറപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തിൽ ലക്ഷദ്വീപുകാർക്ക് വേണ്ടി ആദ്യം സംസാരിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ MP E.T. മുഹമ്മദ് ബഷീർ സാഹിബാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെന്റ് അകത്തിൽ ലക്ഷദ്വീപുകാർക്ക് വേണ്ടി സംസാരിച്ചതെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അവിടുത്തെ പാർലമെന്റ് മെമ്പർ ഉണ്ടായിട്ടും മുസ്ലിം ലീഗിന്റെ ഒരു MP സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും ബന്ധമാണ് നമ്മൾ ഉള്ളത് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങൾ കാണുന്നവരാണ്. മാസങ്ങളോളം ലോക്ക്ഡൌൺ ആയി, ആദ്യം കർഫ്യൂ, പിന്നെ ഷട്ട്ഡൌൺ, പിന്നെ ലോക്ക്ഡൌൺ. മാസങ്ങളോളമായിട്ടും ജീവിക്കാൻ പോലും മാർഗമില്ലാതെ, ജോലി ചെയ്യാൻ പെർമിഷമില്ലാത്തത് വേണ്ടി ജോലി ചെയ്യാൻ പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിന്റെ അകത്തളത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. ജീവിതം മുന്നോട്ട് പോകുവാൻ അവിടുത്തെ സാധാരണക്കാര് 60-70% ആൾക്കാരും അന്ന് അധ്വാനിച്ച് അന്ന് കുടുംബത്തെ പോറ്റുന്നവരാണ്. പക്ഷേ അവരെ ജീവിതത്തിന് പോലും ഭീഷണിയാകുന്ന നിലക്കാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളോളം പട്ടിണി കിടക്കുകയാണ്. ഇതുവരെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഒരു നയാ പൈസയുടെ ഒരു ധനസഹായം പോലും ഇതുവരെ നൽകിയിട്ടില്ല. ഇന്ന് കേരള ഹൈക്കോടതിയില് ഈ വിനീതൻ അന്യായക്കാരനായിക്കൊണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സാഹിബിനെ മുഖാന്തരം ഇന്ന് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ,
അങ്ങനെ ഒരുപാട് കഥനക്കഥകളാണ് ഇന്ന് ഞങ്ങളുടെ നാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാധാന അന്തരീക്ഷമുള്ള ബഹുമാനപ്പെട്ട തങ്ങന്മാര് പറഞ്ഞതുപോലെ അവരൊക്കെ ഇമ്പം അനുഭവിച്ചവരാണ്. സമാധാന അന്തരീക്ഷമുള്ള പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. ഇന്നലെ ഇറങ്ങിയ ഓർഡർ എന്താണ്? ഇന്നലെ നമ്മുടെ പറമ്പിൽ തെങ്ങുന്ന് വീഴുന്ന ഓലകൾ, അതുപോലെ തന്നെ തേങ്ങകൾ, വേസ്റ്റുകൾ നമ്മുടെ പറമ്പിൽ കാണാൻ പാടില്ല. അങ്ങനെ നമ്മുടെ പറമ്പിൽ കണ്ടാൽ അത് ഫൈൻ അടയ്ക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു പുതിയ ഓർഡറുമായി വരുമ്പോൾ, അത് മാത്രമല്ല ഓരോ ഫിഷിംഗ് ബോട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ക്യാമറയും ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്തിന് പേരിലാണ് പാവങ്ങളായ ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ കലക്ടറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഒരുപാട് നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ കലക്ടർ വന്നിവിടെ സംസാരിച്ചു. അവിടെ ഗുണ്ട ആക്ട് വരുന്നത് ലക്ഷദ്വീപിന്റെ പരിസരത്ത് കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. എന്തൊരു ആഭാസമാണ്! അറബിക്കടൽ നീണ്ടു നിൽക്കുന്ന അറബിക്കടലിൽ ഏതെങ്കിലും ഭാഗത്ത് കുറ്റകൃത്യം നടക്കുമ്പോൾ അത് ലക്ഷദ്വീപിനെ എങ്ങനെ ബാധിക്കുന്നു? ഭാവിയിൽ കുറ്റകൃത്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഗുണ്ട ആക്ട് നടക്കാൻ പോകുന്നത്. അതിലൊക്കെയും ഉപരി അവിടെ ഏറ്റവും വലിയ അപകടകരമായ ഒരു ഓർഡർ എന്ന് വെച്ചാൽ, ഞാൻ ജീവിക്കുന്ന കൊല്ലങ്ങളോളം എന്റെ പൂർവികന്മാർ ജീവിച്ച എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണമെന്നാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. 3 വർഷം മാത്രമാണ് എനിക്ക് എന്റെ വീട്ടിൽ താമസിക്കാൻ അവകാശമുള്ളത്. 3 വർഷം കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സമീപിച്ചുകൊണ്ട് 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഉടമസ്ഥാവകാശം പുതുക്കണം. പുതുക്കിയില്ലെങ്കിൽ ഓരോ ദിവസവും 10,000 ഫൈൻ അടച്ചുകൊണ്ട് ഗവൺമെന്റിന് ഫൈൻ അടക്കണം. ഫൈൻ അടച്ചില്ലെങ്കിൽ ഞാൻ ഇത്രകാലം അനുഭവിച്ച എന്റെ വീടും എന്റെ സ്വത്തും ആ ഗവൺമെന്റ് കെട്ടുകെട്ടുകയും അധീനത്തിൽപ്പെടുത്തുകയാണെന്നുള്ള ഓർഡറാണ്, അപകടകരമായ ഓർഡർ. ഇത്തരം കാര്യങ്ങളിലൂടെ ഞങ്ങൾ വളരെ ആശങ്കയോടെ ജീവിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ കൂടെ ആദ്യം മുതൽ ഈ സമയം വരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ കേരള നിയമസഭ പോലും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നും ഞങ്ങളെ കൂടെ ഉണ്ടാകുമെന്നുള്ള വളരെയധികം സന്തോഷം ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവിധ ആശംസകളും ഈ സദസ്സിന് അർപ്പിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബ് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി ജി മുഹമ്മദ്, ഈ ഐക്യദാർഢ്യ സമരത്തിന്റെ ഉദ്ഘാടകൻ UDFന്റെ മുന്നണി പോരാളി മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ നേതാവ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സമരനായകൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ആഷിഖ് ചെലവൂർ, വി മുഹമ്മദ് അലി, സാജിദ് നെടുവണ്ണൂർ, മിസ്സബ് കീഴേരിയൂർ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന അഹമ്മദ് സാജു അടക്കമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ദ്വീപ് സമൂഹം നിരാഹാരമനുഷ്ഠിക്കുകയാണ്, ഉപവാസം ഇരിക്കുകയാണ്. ആ ജനതയുടെ അഭിപ്രായം മാനിക്കാതെ ഏകപക്ഷീയമായി ഭരണകൂടം നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ദ്വീപിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഇവിടെ ഐക്യദാർഢ്യ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന്റെ പ്രത്യേകതയൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം എങ്ങനെയാണ് അധികാര കസേരയിലേക്ക് വന്നത് എന്ന കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്ന കാര്യവും നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഒരു തെരഞ്ഞെടുപ്പിലൂടെയല്ല നരേന്ദ്രമോദി ആദ്യം മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നത്. കേശുഭായ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. കേശുഭായ് പട്ടേലിനെ മുന്നിൽ നിർത്തി
വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ ചുമതല വഹിച്ചിരുന്ന ഒരു ഭാരവാഹിയായിരുന്ന നരേന്ദ്രമോദിയെ കേശുഭായ് പട്ടേലിനെ മാറ്റി അവിടെ അവരോധിക്കുകയായിരുന്നു വാജ്പേയി. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായപ്പോ ആദ്യം ചെയ്തത് ആ രാജ്യത്തെ ജനങ്ങളെ രണ്ട് കള്ളിയിലാക്കി നിർത്തുക എന്നതാണ്. നമുക്കറിയാം, ഗോദ്രയിലെ കലാപം, സബർമതി എക്സ്പ്രസിന് തീപിടുത്തമുണ്ടായത്, തീവച്ചത്, അതിനുശേഷമുണ്ടായ കലാപം. ആ തീവെപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതിനെ തുടർന്ന് 2000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ കലാപത്തിന് നേതൃത്വം നൽകിയെന്നും ആ കലാപത്തിൽ പങ്കുണ്ട് എന്നും രാജ്യം ഇപ്പോഴും വിശ്വസിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. സാങ്കേതികമായി ഒരുപക്ഷെ നിയമത്തിന്റെ കുരുക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹം വഹിച്ച പങ്ക് എന്താണെന്ന് പിന്നീട് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പല ആളുകളും പിന്നീട് തുറന്നു പറഞ്ഞ കാര്യമാണ്. ആ കലാപത്തിന് ശേഷം നരേന്ദ്രമോദി എന്താണ് ചെയ്തത്? സാധാരണഗതിയിൽ ഒരു നാട്ടിൽ കലാപമുണ്ടായാൽ ആ കലാപത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിൽ പോലും ഭരണകൂടത്തിനെതിരായി ജനവികാരം ഉയരും. എന്നാൽ മോദി ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷം മുമ്പേ നടത്തുകയായിരുന്നു. നിയമസഭ പിരിച്ചുവിട്ടു മോദി. ആളുകൾ അത്ഭുതപ്പെട്ടു. ഒരു കലാപമുണ്ടായ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്? അതും ആ കലാപത്തിന് നേതൃത്വം വഹിച്ച ഒരാൾ എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ. എന്നാൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നരേന്ദ്രമോദി മഹാഭൂരിപക്ഷം നേടി വീണ്ടും അധികാരത്തിലേക്ക് വന്നു. എന്തായിരുന്നു കാരണം? ഒരൊറ്റ കാരണമാണ്. ആ നാട്ടിലെ ഗുജറാത്തിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ട് കളിയിലേക്ക് അപ്പോഴേക്കാക്കാൻ മോദിക്ക് സാധിച്ചിരുന്നു. മോദി എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് വന്നത്? രാമക്ഷേത്രവും പശുരാഷ്ട്രീയവും രാജ്യവ്യാപകമായി ഉയർത്തി. ലവ് ജിഹാദ് പറഞ്ഞു. ഗോവയിലെ പനാജിയിൽ ചേർന്ന ദേശീയ നിർവാഹക സമിതി യോഗം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോ മോദി ആദ്യം ചെയ്തത് യുപിയുടെ ചുമതല അമിത്ഷാക്ക് കൈമാറുകയായിരുന്നു. അന്ന് അമിത്ഷാ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനല്ല. അമിത്ഷാ എന്താ ചെയ്തത്? യുപിയിലുടനീളം സഞ്ചരിച്ച് ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരായി ഒരു വലിയ വികാരം ഉയർത്തി. യുപിയിലെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം എന്നും രണ്ട് കള്ളിയിലാക്കി. അതുവരെ യു പി രാഷ്ട്രീയം നമുക്കറിയാം, ജാതി രാഷ്ട്രീയത്തിന് വലിയ മേൽക്കോയ്മയുള്ള ഒരു നാടാണ് യു പി. ആ ജാതി രാഷ്ട്രീയത്തെ മറന്ന് ഹിന്ദുത്വം എന്ന ഒരു രാഷ്ട്രീയത്തെ അവിടെ അവരോധിക്കാൻ അമിത്ഷാക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ എന്തുണ്ടായി? 80 പാർലമെന്റ് സീറ്റിൽ 71 സീറ്റും നേടി ബിജെപി അവിടെ ജയിച്ചു. രാജ്യത്തിന് അധികാര കസേരയിലേക്ക് കടന്നു വരാൻ അത് സഹായകരമായി. രാമക്ഷേത്രം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പശുരാഷ്ട്രീയം ഇപ്പോൾ പഴയതുപോലെ വിലപ്പോവില്ല. ലവ് ജിഹാദ് ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോ പുതിയ കാരണങ്ങൾ കണ്ടെത്തുകയാണ് RSSും ബിജെപിയും. അതിനാണ് അവർ കശ്മീർ ഒരു ആയുധമാക്കിയത്. ന്യൂനപക്ഷങ്ങളെ ശത്രുവാക്കി മുദ്ര കുത്തുക, ഒരു സമുദായത്തെ ചൂണ്ടിക്കാണിക്കുക. അതിന് കശ്മീർ ഒരു ആയുധമാക്കി. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ മോദി കശ്മീരിലെ മുസ്ലിങ്ങളെ പാഠം പഠിപ്പിക്കുന്നത്? കശ്മീരിലെ ജനത ചെറുത്തുനിൽപ്പിന് വേണ്ടി കല്ലെടുത്തെറിയുമ്പോ ആയുധധാരികൾ ഇപ്പുറത്തങ്ങോട്ടേക്ക് വെടിവെക്കുന്നത് ആരും കാണുന്നില്ല. ആ കല്ലെറിനെ മാത്രം രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു.
എന്നാൽ അവരെ ഭീകരവാദികളാക്കി. ഇപ്പൊ നോക്കൂ, ലക്ഷദ്വീപ് എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ദ്വീപിൽ പോലീസിന്റെ ആവശ്യമില്ല, അവിടെ ജയിലിന്റെ ആവശ്യമില്ല, അവിടെ സാധാരണക്കാർ, നിഷ്കളങ്കർ, ഒരു ക്രൈം പോലും രേഖപ്പെടുത്താത്ത ഒരു പ്രദേശം. എന്നാൽ എത്ര പെട്ടെന്നാണ് ദ്വീപിലെ ജനങ്ങളെ നോക്കി കേരളത്തിലെ ബിജെപിയുടെ പ്രസിഡന്റ് പോലും ജിഹാദികൾ എന്ന് വിളിച്ചത്, ഭീകരവാദികൾ എന്ന് വിളിച്ചത്. കേരളവും ലക്ഷദ്വീപും തമ്മിലുള്ള ബന്ധം ഇവിടെ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റാര് വിളിച്ചാലും കേരളക്കാർക്ക് എങ്ങനെയാണ് ദ്വീപ് ജനതയെ നോക്കി അങ്ങനെ വിളിക്കാൻ കഴിയുക? വടക്കേ ഇന്ത്യയിലെ RSSകാരന്, വടക്കേ ഇന്ത്യയിലെ BJPക്കാരന് ഒരു പക്ഷേ അങ്ങനെ വിളിച്ചേക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചത് കേരളക്കാരെങ്കിലും അങ്ങനെ വിളിക്കില്ല എന്നായിരുന്നില്ലേ? എന്നാൽ BJPക്ക് അങ്ങനെ തരംതിരിവില്ല, RSSന് അങ്ങനെ തരംതിരിവില്ല. മുമ്പ് എഴുത്തുകാരിയായ ഭാഷ സിംഗിനോട് ഷാർജ ഫെസ്റ്റിവലിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുത്തിയ ആള് പറഞ്ഞു അത്ര ഇയാൾ BJPക്കാരനാണ്. പക്ഷെ BJPക്കാരനാണെങ്കിലും മറ്റേ BJPക്കാരെ പോലെ അല്ല, നല്ല BJPക്കാരനാണ്. അപ്പൊ ഭാഷാ സിംഗ് അതിന് മറുപടിയായി പറഞ്ഞത് BJPയിൽ അങ്ങനെ വേർതിരിവില്ല. നല്ല BJP, മോശം BJP, ഒറ്റ BJPയേ ഉള്ളൂ, അത് മോശമാണ് എന്ന് പറഞ്ഞതുപോലെ RSSകാർക്കിടയിൽ, സംഘപരിവാരങ്ങൾക്കിടയിൽ വേർതിരിവില്ല. അതാണ് സുരേന്ദ്രൻ നാവിലൂടെ പുറത്തു വന്നത്. സത്യത്തിൽ ആരാണ് ഭീകരവാദി, ആരാണ് ദേശദ്രോഹി? ലക്ഷദ്വീപിലെ ജനങ്ങളാണോ? ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന നമ്മളാണോ? യഥാർത്ഥത്തിലുള്ള രാജ്യദ്രോഹി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ എന്താ കണ്ടത്? കോടിക്കണക്കിന് രൂപയാണ് ഹവാല പണം കടത്താൻ വേണ്ടി BJP പ്രസിഡന്റും കൂട്ടരും ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നത്. അത് പുറത്തു വന്നത് മാത്രം ഏതാണ്ട് 3.5 കോടി രൂപയാണത്രേ 3 ജില്ലയിലേക്ക് മാത്രമായി കൊടുത്തത്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന ഈ കുഴൽപ്പണ ഇടപാടിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ ഏറ്റവും വലിയ ഭീകരവാദി? K. സുരേന്ദ്രനല്ലേ രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹി? ആ രാജ്യദ്രോഹി വന്നിട്ട് ദ്വീപിലെ ജനങ്ങൾ ജിഹാദികൾ എന്ന് വിളിക്കുകയാണ്, ദ്വീപിലെ ജനങ്ങളെ നോക്കി ഭീകരവാദികൾ എന്ന് വിളിക്കുകയാണ്. മാധ്യമപ്രവർത്തകനായ സിദ്ദീഖ് കാപ്പൻ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? എന്തോ പണമിടപാട് നടത്തി എന്ന് പറഞ്ഞിട്ടാണ്. തെറ്റായ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ ചുമലിൽ ചാർത്തിയിട്ടാണ്. എന്നാൽ ഇത് തെറ്റായ ആരോപണമാണോ? BJP പ്രവർത്തകനായ BJPയുടെ നേതാക്കളുമായി, സുരേന്ദ്രനുമായി, അദ്ദേഹത്തിന്റെ മകനുമായി കൃത്യമായി ബന്ധമുള്ള ധർമ്മരാജൻ, ആ ധർമ്മരാജനല്ലേ ഈ പണമിടപാട് നടത്തിയത്? 3 ജില്ലയിലേക്ക് മാത്രം 3.5 കോടി, അതും തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പേ കൊണ്ടുപോയെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്ര പണം കൊടുത്തിട്ടുണ്ടാകും? ഏതാണ്ട് 400 കോടി രൂപ കേരളത്തിൽ മാത്രം ചെലവഴിച്ചു എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഈ കേരളത്തിൽ 400 കോടി കൊടുത്തുവെങ്കിൽ മറ്റു സ്റ്റേറ്റിലൊക്കെ എത്ര പണം കൊടുത്തിട്ടുണ്ടാകും? എവിടുന്നാ ഈ പണം കിട്ടുന്നത്? ഇതിന്റെ സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാത്തത്? K. സുരേന്ദ്രനെ ചോദ്യം ചെയ്യും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. സുരേന്ദ്രനെ ചോദ്യം ചെയ്യണ്ടേ? സുരേന്ദ്രനെ കസ്റ്റഡിയിലെടുക്കണ്ടേ? ഈ കള്ളപ്പണം ഇടപാടിന് നേതൃത്വം കൊടുത്തത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് വ്യക്തമായ സൂചന, തെളിവുകൾ ലഭിച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണോ, ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണോ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത്?
സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? സുരേന്ദ്രൻ മാത്രമല്ല ഇതിന്റെ പിറകിലുള്ളത്. ബിജെപിയുടെ ദേശീയ നേതൃത്വത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയോ? ദേശീയ കമ്മിറ്റി അറിയാതെ ഒരു പണമിടപാടും ഇന്ത്യയിൽ ഒരിടത്തും നടക്കില്ല. ഇത് കൃത്യമായി ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ, അവരുടെ പങ്കോടെ നടക്കുന്ന ഈ ഇടപാട്, ആ ഇടപാടിന്റെ എല്ലാ ദുരൂഹതകളും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെയൊക്കെ വ്യക്തത വന്നാൽ ഏതെങ്കിലും നിലക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റുമായി കേരളം ഭരിക്കുന്ന സർക്കാർ മുന്നോട്ട് പോയാൽ അതിനെ ചോദ്യം ചെയ്യാൻ യൂത്ത് ലീഗ് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ട് ദ്വീപ് സമൂഹത്തെ നോക്കി ജിഹാദികൾ, ഭീകരവാദികൾ എന്ന് ചാപ്പകുത്തുക. ഇതാണ് ബിജെപി എക്കാലവും സ്വീകരിച്ച നയം. ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്, ദ്വീപ് സമൂഹത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കുക എന്നത് യൂത്ത് ലീഗിന്റെ മാത്രം ആവശ്യമല്ല, മുസ്ലിം ലീഗിന്റെ മാത്രം ആവശ്യമല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലയാളിയുടെ ആവശ്യമാണ്. മുസ്ലിം ലീഗ് എക്കാലവും അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ലക്ഷദ്വീപിൽ ഇടപെടാൻ ബിജെപി ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ മാസങ്ങൾക്ക് മുമ്പേ ഇന്ത്യയുടെ പാർലമെന്റിൽ അതിശക്തമായി ശബ്ദിച്ച ഒരു നേതാവ്, ആ നേതാവിന്റെ പേര് ഇ.ടി. മുഹമ്മദ് ബഷീർ എന്നാണ്. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ലീഗ് ഉണ്ടാകും, പാർലമെന്റിനകത്തുണ്ടാകും, നിയമസഭക്കകത്തുണ്ടാകും, പുറത്തുണ്ടാകും. എന്നാൽ അതേസമയം തന്നെ കേരളം മുഴുവനും ഒറ്റക്കെട്ടായി ഈ സമരത്തിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിലും ദ്വീപ് സമൂഹം നടത്തുന്ന പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതൊരു പ്രതീകാത്മകമായ സമരമാണ്. ദ്വീപിലെ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ എന്നുള്ള പ്രഖ്യാപനമാണ്. വരും ദിവസങ്ങളിലും ദ്വീപിലെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട വി മുഹമ്മദ് അലി സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ഈ ഐക്യദാർഢ്യ സമരത്തിന്റെ ഉദ്ഘാടകൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമാദരണീയനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്, എന്റെ സഹപ്രവർത്തകന്മാർ അധ്യക്ഷൻ പി.ജി. ആഷിഖ്, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ, MSFന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, ദ്വീപ് നിവാസികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് കേരളത്തിലങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭത്തിനാണ്. മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് പട്ടണത്തിലും സമരം നടക്കുകയാണ്. ദ്വീപ് നിവാസികൾക്ക് ഉറപ്പ് ലഭിക്കുന്നതുവരെ മുസ്ലിം യൂത്ത് ലീഗ് സമരരംഗത്തുണ്ടാകുമെന്നുള്ളതാണ് ഈ സമരത്തിന്റെ സന്ദേശം. ആർക്കെങ്കിലും ഉറപ്പ് കിട്ടി എന്നതുകൊണ്ട് ലക്ഷദ്വീപ് നിവാസികളുടെ സമരത്തിൽ നിന്ന് ആരും പിറകോട്ട് പോകില്ല എന്നുള്ളതും ഈ സമരത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. കാരണം രാജ്യത്തെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും ഇത്തരം നിയമങ്ങളുടെ കടന്നുകയറ്റത്തിനെതിരെയും ഇത്തരം ഏകാധിപത്യ നയങ്ങൾക്കെതിരെയും അതിശക്തമായി സമരം ചെയ്യുകയാണ്. സമരം ശക്തിപ്പെട്ടു വരുമ്പോൾ ആ സമരത്തെ ഡൈല്യൂട്ട് ചെയ്യുന്ന ആളുകളെ ജനം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഈ സമരത്തിന്റെ സന്ദേശം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്ന, ജാതിയുടെ പേരിൽ വിഭാഗീയതയുണ്ടാക്കുന്ന പഴയ പ്രാചീന സംസ്കാരത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുന്ന നയങ്ങൾ RSSന്റെയും കേന്ദ്ര ഭരണകൂടത്തിന്റെയും സംഭാവനയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു മതവിഭാഗക്കാർ മാത്രം വസിക്കുന്ന പ്രദേശമാണെങ്കിൽ, അത് കശ്മീരാണെങ്കിലും ലക്ഷദ്വീപാണെങ്കിലും, അവിടെ ഭരണകൂടത്തിന്റെ ഭീകരതയാണ് താണ്ഡവമാടുന്നത്. ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനും ജനങ്ങൾക്ക് തമ്മിൽ ഭീതിയുണ്ടാക്കാനും അവർക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കാനും ഒരു ചാൻസും ഇല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത വിഭാഗീയ പ്രവർത്തനം,
ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന കാടൻ നിയമങ്ങൾ, ഇതാണ് കശ്മീരിനെയും ലക്ഷദ്വീപിനെയും ഇന്ന് അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നയത്തിനെതിരെ രാജ്യത്തെമ്പാടും വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്ന് വളർന്നു വരേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ സംസ്കാരം മുഴുവൻ മതവിശ്വാസങ്ങളെയും, ഇന്ത്യയുടെ സംസ്കാരം മുഴുവൻ ജനങ്ങളെയും അവരുടെ മൗലികാവകാശങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ദ്വീപ് നിവാസികൾക്ക് മാത്രമായിട്ട് അറബിക്കടലിൽ കലാപങ്ങളുണ്ടായാൽ, അറബിക്കടലിൽ യുദ്ധങ്ങളുണ്ടായാൽ, അറബിക്കടലിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ ദ്വീപ് നിവാസികൾക്ക് മാത്രം നിയമമുണ്ടാക്കണമെന്ന് പറയുന്നതിന്റെ പ്രായോഗികത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ തരത്തിൽ ഒരു നിലക്കും യോജിക്കാനാവാത്ത, ഒരു ലോജിക്കുമില്ലാത്ത, ഒരു തന്ത്രവുമില്ലാത്ത, ഒരു നയവുമില്ലാത്ത കാടൻ നിയമങ്ങൾക്കെതിരെ അതിശക്തമായി ദ്വീപ് നിവാസികളോടൊപ്പം അണിനിരന്നുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന സമരത്തിന്, സമരഭടന്മാർക്ക്, ഈ സമരത്തെ പിന്തുണക്കുന്നവർക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം യൂത്ത് ലീഗ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സാജിദ് നടുവണ്ണൂർ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങളും PK ഫിറോസിന്റെയും നേതൃത്വത്തിലുള്ള ഈ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലുള്ള ബഹുമാന്യരായ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷദ്വീപ് നിവാസികൾ ഒന്നടങ്കം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ അവരവരുടെ വീട്ടകങ്ങളിലും അനുവദനീയമായ വേദികളും ഇന്നത്തെ ഒരു ദിവസം അവർ പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഹർത്താൽ എന്ന നിലയിൽ തന്നെയാണ് അവിടെ ദ്വീപ് നിവാസികൾ. മാധ്യമവാർത്ത ശരിയെങ്കിൽ അവിടുത്തെ പരിപൂർണമായ ജനങ്ങളുടെ വികാരവിചാരങ്ങളോടൊപ്പം നിവൃത്തികേടുകൊണ്ട് അവിടുത്തെ BJP ഘടകത്തിന് പോലും നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവുന്നു. എന്നാൽ ജനഹിതമൊട്ടും മാനിക്കേണ്ടതില്ല എന്ന RSSന്റെ തത്വശാസ്ത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരംഭിച്ചിട്ടുള്ള രാഷ്ട്രത്തെ ഭിന്നിപ്പിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനത്തെ അതിശക്തമായി ജമ്മുകാശ്മീരിലേക്കും പിന്നീട് ഇപ്പോൾ ലക്ഷദ്വീപിലേക്കുമൊക്കെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പുലർത്തിപ്പോന്നിട്ടുള്ള എല്ലാ ദേശീയോത്ഗ്രഥന ചിന്തകളെയും ചവിട്ടിമതിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് ദ്വീപ് ജനതയോട് കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലവുമായി താദാത്മ്യം പ്രാപിക്കുകയും എന്നും കേരളത്തിന്റെ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിന്റെ ഭാഗമല്ലെങ്കിലും കേരളത്തിന്റെ ജീവിത പരിസരങ്ങളുമായി ഇഴുകിച്ചേർന്ന് മുന്നോട്ടു പോകുന്ന സഹോദരങ്ങൾ എന്ന നിലയിൽ അവർക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമൊക്കെ ഈ ഐക്യദാർഢ്യമായി ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥന സമിതിയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ദേശീയോദ്ഗ്രഥന ചിന്തകൾ എന്ന് പറയുന്നത് രാജ്യത്തെ വിഭിന്നമായ ആദർശങ്ങളെയും ആശയങ്ങളെയും അനുധാവനം ചെയ്യുന്ന ജനതയെ ഒരു രാജ്യമെന്ന നിലയിൽ അവർക്കിടയിൽ മാനസിക ദൃഢത കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ രാജ്യസ്നേഹപരമായ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആദർശമാണ് ദേശീയോദ്ഗ്രഥനം. എന്നാൽ അതിന്റെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ നേതാവായി കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയും RSS സംഘ് പരിവാർ ശക്തികളും രാജ്യത്തെ ഭിന്നിപ്പിക്കുകയും വിഘടിപ്പിക്കുകയും രാജ്യത്തെ
ജനപഥങ്ങളെ ശിഥിലീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ ദേശീയോത്ഗ്രഥന ചിന്തകളെ പൂർണ്ണമായും തകിടം മറിച്ചുകൊണ്ട് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന പഴയകാലത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഏത് വിധേനയാണോ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരുടെ വിദേശ ആധിപത്യത്തിന്റെ നിലയിൽ സാമ്പത്തിക താൽപര്യങ്ങളെ അടിച്ചേൽപ്പിച്ചത്, അതേ മാതൃകയിൽ തങ്ങളുടെ സംഘ് പരിവാർ അജണ്ടകളെ ജനങ്ങളെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി രാജ്യത്തിന്റെ പൈതൃകമായി, രാജ്യത്തിന്റെ പാരമ്പര്യമായി, ഒരുപക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഒരാദർശമായി സ്വീകരിച്ചിട്ടുള്ള ഐക്യവും അഖണ്ഡതയും അതിനെ പരിപൂർണമായും തകിടം മറിക്കുന്ന തരത്തിൽ മുന്നോട്ടു പോകുമ്പോഴാണ് തങ്ങളുടെ പൗരാവകാശങ്ങൾ, തങ്ങളുടെ ഭൂമികയുടെ പാരിസ്ഥിതിക സന്തുലനം ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ജനത, ആബാലവൃദ്ധം ജനത ലക്ഷദ്വീപിലെ അവർ പോരാട്ടത്തിന്റെ മുഖത്ത് അതിശക്തമായി അനിശ്ചിതമായി നിലയുറപ്പിക്കുന്നത്. തീർച്ചയായും ഇത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്കെതിരായി അഥവാ രാജ്യദ്രോഹികൾ ഭരിക്കുകയും രാജ്യസ്നേഹികൾ ഭരണീയരായിരിക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ത്യ മഹാരാജ്യം വന്നുപെട്ടതിൽ നിന്ന് ഭരണീയരുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഉജ്ജ്വലമായ പ്രതിഷേധത്തിന്റെ മുഹൂർത്തങ്ങളാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ബഹുമാന്യനായ അതിന്റെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദ്വീപ് ജനതയോടുള്ള ഈ ഐക്യദാർഢ്യ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. MSFന്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട അഹമ്മദ് സാജു സംസാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ ഐക്യദാർഢ്യ സംഗമത്തിന്റെ നായകന്മാർ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമാദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ, PK ഫിറോസ് ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സേവ് ലക്ഷദ്വീപ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലക്ഷദ്വീപ് നിവാസികൾ നടത്തുന്ന സമരത്തിന്, അവരുടെ സമരപ്രഖ്യാപനത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഇവിടെ ഈ സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ കൊച്ചിയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ MP-മാരുടെ നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിലും സമാനമായ രീതിയിൽ ഐക്യദാർഢ്യ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലായിടത്തും തന്നെ സേവ് ലക്ഷദ്വീപ് എന്ന പേരിലുള്ള വലിയ ഒരു സമര പ്രഖ്യാപന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പ്രഫുൽ കോദ പട്ടേൽ അവിടുത്തെ ജനങ്ങളുടെയും അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശത്തിന്റെയും വികസനം എന്ന പേരിൽ കൊണ്ടുവന്ന ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ എന്ന് പറയുന്ന പുതിയ ഭേദഗതി അത് തീർത്തും ജനവിരുദ്ധമാണെന്നും അവിടുത്തെ ജനങ്ങളുടെ വികസനത്തിനോ അവരുടെ സമ്പൽ സമൃദ്ധിക്കോ അവിടുത്തെ സാമൂഹികപരമായ വളർച്ചയ്ക്കോ ഒന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള ഒരു വികസനവും നൽകാത്ത രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ പ്രതിഷേധിക്കുക എന്നത് തന്നെയാണ് അവിടുത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ന് എല്ലായിടത്തും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ നിയമസഭക്കകത്തും ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേന ലക്ഷദ്വീപ് ജനതകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സമാനമായ ആളുകൾ ഉൾപ്പെടെ ചലച്ചിത്ര മേഖലയിൽ നിന്നവർ, സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ഒരു സമരം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷദ്വീപ് നിവാസികൾക്കൊപ്പമുണ്ട്. പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളുടെ സംസാരത്തിൽ നമുക്ക് വ്യക്തമായി ആ സമരത്തിന്റെ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഇടപെടലെക്കുറിച്ചും ആ സമരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ വിവരിക്കുകയുണ്ടായി. ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിനകത്ത് നേരത്തെ പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ അവിടുത്തെ വിദ്യാർത്ഥികൾ സംസാരിച്ചതുപോലെ ജമ്മു കാശ്മീരിന്റെ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് സംസാരിക്കുമ്പോൾ
പ്രിയങ്കരനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇതുപോലെ ഒരു അപകടം ഇന്ന് ലക്ഷദ്വീപിന് വരാനിരിക്കുന്നുണ്ട് എന്ന സൂചന അന്ന് കൊടുക്കുകയുണ്ടായി. ലക്ഷദ്വീപിൽ ആർട്ടിക്കിൾ 370 അവര് നിരോധിച്ചുകൊണ്ട് അവിടെ ലഫ്റ്റനന്റ് ഗവർണറെ കൊണ്ട് ആധിപത്യം സ്ഥാപിക്കുന്നത് പോലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുജറാത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന പ്രഫുൽ കോദ പട്ടേലിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ലക്ഷദ്വീപ് ജനതയെ മാറ്റുക എന്ന വലിയ പ്രഖ്യാപനമാണ് ഇതുകൊണ്ട് ബിജെപിയും സംഘപരിവാറുകളും ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ, അവിടുത്തെ പൊതുജനങ്ങൾ, അവിടുത്തെ നിവാസികൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗും MSF മുസ്ലിം ലീഗും നിരന്തരമായി സമരപ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MSFന്റെ ദേശീയ കമ്മിറ്റി സംഘടിപ്പിച്ച ഓപ്പൺ ഫോറത്തിൽ അവിടുത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന വജാഹത്ത് ഹബീബുള്ള വന്ന് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നുണ്ട്, ലക്ഷദ്വീപിന് കഴിഞ്ഞ 20 വർഷക്കാലമായി വികസനമില്ല എന്ന് പറയുന്ന ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ വാദം തെറ്റാണ് എന്നും അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും മികച്ച വികസനങ്ങളുടെ ഒരു പട്ടിക തന്നെ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അനുസൃതമായി വളരാനുള്ള കാഴ്ചപ്പാടുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരണം. ഇതൊന്നും ഈ പുതിയ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷനിൽ വന്നിട്ടില്ല. മറിച്ച് വികസനത്തിന്റെ പേരിൽ അവിടെ ജീവിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള നിയമമാണ് കൊണ്ടുവന്നത്. അവിടുത്തെ ആളുകളുടെ ഡയറി ഫാമുകൾക്ക് പകരം കുത്തക കമ്പനികളെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുന്ന രീതിയിലുള്ള പുതിയ നിയമമാണ് കടന്നു വരുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് പ്രിയമുള്ളവരെ. ഇതൊരു പ്രത്യേക സമുദായമോ ഒരു പ്രത്യേക സമൂഹമോ നടത്തുന്ന സമരമല്ല. ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ കോവിഡ് എന്ന മഹാമാരിയെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രതിരോധിക്കുമ്പോ ആ സമയത്ത് ഇതുപോലെയുള്ള ജനവിരുദ്ധ നയങ്ങളുമായി കടന്നു വരുമ്പോ അതിന്റെ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുന്നത്. ഇത് അവസാനിച്ചിരിക്കുന്നില്ല. പ്രിയപ്പെട്ട MP-മാരും MLA-മാരുൾപ്പെടെയുള്ള നമ്മുടെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം സജീവമായി ഗൌരവത്തിലെടുത്തുകൊണ്ട് ഈ ലക്ഷദ്വീപ് നിവാസികൾക്ക് നീതി ലഭിക്കുന്നതുവരെയുള്ള പോരാട്ടത്തിനൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് MSFന്റെ ദേശീയ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ ഐക്യദാർഢ്യ സംഗമം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട മിസ്ഹബിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഉദ്ഘാടകൻ ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, PK ഫിറോസ് സാഹിബ്, ആഷിഖ് ചെലവൂർ, BB മുഹമ്മദ് അലി, സാജിദ് നെടുവണ്ണൂർ, അഹമ്മദ് സാജ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ലക്ഷദ്വീപ് സേവ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന നീതിക്ക് വേണ്ടിയുള്ള ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെയൊരു സംഗമം ഈ ഇൻകം ടാക്സ് ഓഫീസിന്റെ മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 7 വർഷത്തോളമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന നിരവധി മുദ്രാവാക്യങ്ങൾ സേവ് ഇന്ത്യ എന്ന് വികാസത്തിലേക്ക് മാറിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സേവ് കാശ്മീർ എന്നും സേവ് മൈനോറിറ്റി റൈറ്റ്സ് എന്നും സേവ് സെക്കുലർ ഇന്ത്യ എന്നുമൊക്കെ വിളിച്ചിരുന്ന നമ്മുടെ വിവിധ ഘടനകളുടെ മുദ്രാവാക്യങ്ങൾ സേവ് ഇന്ത്യ എന്ന് വളരെ ഗൌരവമായി ഏറ്റുവിളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. 66,000-ഓളം ജനങ്ങൾ താമസിക്കുന്ന ഒരു ദ്വീപ്, ആ ദ്വീപിൽ വികലമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അപകടകരമായ ഒരു ഭരണരീതിയാണ് കേന്ദ്ര ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ശ്രദ്ധ ഉണർത്തുക എന്ന ലക്ഷ്യമാണ് ഈ സമരത്തിലൂടെ മുസ്ലിം യൂത്ത് ലീഗ് ആഗ്രഹിക്കുന്നത്. രാജ്യത്തിന്റെ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ ആ പ്രതിസന്ധികളെ ഗൌരവമായി
അഭിമുഖീകരിക്കാതെ വികലമായ നിയമങ്ങൾ കൊണ്ട് ജനങ്ങളെ വിഘടിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗംഗയിലൂടെ മനുഷ്യരുടെ ശരീരങ്ങൾ ശവങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനുള്ളത് പൌരത്വ ഭേദഗതി നിയമത്തെപ്പറ്റിയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ വാക്സിൻ കിട്ടാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഭരണകൂടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപുകളെ കരിനിയമങ്ങൾ നടപ്പിലാക്കുമെന്നാണ്. ഈ രാജ്യത്തെ പുതിയ വികലമായ നിയമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ ഈ പ്രതിസന്ധിയുടെ കാലത്ത് പട്ടിണി കിടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ കൊണ്ട് പാർലമെന്റ് മന്ദിരങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്ന അപക്വമായ ഭരണരീതിയാണ് ഈ സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ജനാധിപത്യ സമൂഹം ഒരുമിച്ചുകൊണ്ട് ഇന്ത്യയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിന്റെ വികാസ പരിണാമത്തിലേക്ക് ഇത്തരം മുദ്രാവാക്യങ്ങൾ മാറേണ്ടതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് വളരെ ഗൌരവമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നു. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ 3 കൊലപാതകങ്ങളാണ് നടന്നത്. 3 കൊലപാതകങ്ങൾ എന്ന് പറയുന്നതിൽ 2 പ്രതികൾ മാനസിക രോഗമുള്ളവരായിരുന്നു. എന്നുവെച്ചാൽ കാര്യമായ ഒരു ക്രിമിനൽ സ്വഭാവമില്ലാത്ത സംഭവങ്ങൾ നടക്കാത്തൊരു പ്രദേശത്ത് ആർക്കു വേണ്ടിയാണ് ഗുണ്ട ആക്ടുകൾ നടപ്പിലാക്കുന്നത്? ഞങ്ങളുടെ ബഹുമാന്യനായ MP കെ മുരളീധരൻ സർ സൂചിപ്പിച്ചതുപോലെ ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് നടപ്പിലാക്കേണ്ടതില്ല. ഇനി ലക്ഷദ്വീപിൽ ഒരു ഗുണ്ടയുണ്ടെങ്കിൽ അതൊരൊറ്റ ഗുണ്ടയുള്ളൂ, അത് പ്രഫുൽ കോട പട്ടേലാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അതിന് അടിവരയിടുകയാണ്. ആർക്കു വേണ്ടിയാണ് ഗുണ്ട ആക്ടുകൾ ഉണ്ടാക്കുന്നത്? അതേപോലെ തന്നെ ജനപ്രതിനിധികളാകാൻ മത്സരിക്കുന്നവർ 2 കുട്ടികൾ കൂടുതൽ ഉണ്ടാകരുത് എന്ന് പറയുന്നവർക്ക് 4 കുട്ടികൾ ഉണ്ടാകുന്ന, അവരുടെ ഭരണ നേതൃത്വത്തിന് 5 കുട്ടികൾ ഉണ്ടാകുന്ന വികലമായ സങ്കല്പങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇവർ അവതരിപ്പിക്കുന്നത് എന്നാണ് ജനാധിപത്യ വിശ്വാസികൾ ചോദിക്കുന്നത്. അങ്ങനെ പല രീതികളിലും ഇന്നിവിടെ നേരത്തെ പ്രസംഗിച്ചൊരു കാര്യം, ഓലയും തേങ്ങയും ഒക്കെ വീണാൽ നിയമപ്രകാരം കേസെടുക്കാവുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഉപാധികളായ ജീവിതത്തിൽ സ്വന്തം പ്രദേശങ്ങളിൽ അവരുടെ തെങ്ങിൽ നിന്നും വീഴുന്ന ഓലയും തേങ്ങയുമൊക്കെ വീഴുന്നത് പോലും ആ തരത്തിൽ നിയമപരമായി തെറ്റായി മാറുന്ന, അത് നിശ്ചിത സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കണമെന്ന ഏതെങ്കിലും കരിനിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സാധാരണക്കാര ജനങ്ങളിലേക്ക് ഇവർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി ഇതിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വളരെ ഗൌരവത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. കശ്മീർ എന്ന് പറഞ്ഞ് ലക്ഷദ്വീപിലെത്തി ഇനി കേരളമെന്ന് പറയേണ്ടി വരുന്ന ഗതികേടിനെ സംബന്ധിച്ച് ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന്റെ നിയമസഭയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ചാണ്. അതുകൊണ്ട് ഇത്തരം കിരാത നിയമങ്ങൾ ഈ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളുമുള്ള നാട്ടിലേക്കും സംഘപരിവാരം കൊണ്ടുവരുമെന്നുള്ളത് വളരെ ജാഗ്രതയോടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ കള്ളപ്പണമൊഴുക്കിയും അതേപോലെ തന്നെ കുഴൽപ്പണങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പരിശുദ്ധത തകർത്തും രാജ്യത്തെ വെല്ലുവിളിക്കുന്ന രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധ ശക്തികളും അതിനുവേണ്ടിയുള്ള പുറപ്പാടുകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഈ നാടിന്റെ എല്ലാവിധ സൗകര്യങ്ങളെയും തകർക്കാൻ കള്ളപ്പണ മാഫിയകളുമായി ചേർന്ന് നിന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പിണയാളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം അറിയിക്കുകയും വരാനിരിക്കുന്ന സകല കരിനിയമങ്ങൾക്കെതിരെയും ഒരുമിച്ച് ജനാധിപത്യ പ്രതിരോധം തീർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഐക്യദാർഢ്യ സംഗമത്തിന് കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അഡ്വക്കേറ്റ് PK ഫിറോസ് സാഹിബ് ഉൾപ്പെടെയുള്ള സമരനായകന്മാർക്കും ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരത്തിന് ശക്തമായി പിന്തുണയർപ്പിച്ചുകൊണ്ട് നേതൃത്വം നൽകുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള PG മുഹമ്മദ് സാഹിബ്, ആഷിഖ് ചലവൂർ അവർകൾ, VV മുഹമ്മദ് അലി സാഹിബ്, അതേപോലെ തന്നെ MSFന്റെ ദേശീയ സെക്രട്ടറി അഹമ്മദ് സാജു, മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് സാജിദ് നടുവണ്ണൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, ഈ പരിപാടി വീക്ഷിച്ച ഇതിന് ഐക്യദാർഢ്യം അറിയിക്കാൻ എത്തിച്ചേർന്ന ജില്ലയിലെ MSFന്റെ നേതൃത്വം, ജില്ലയിലെ യൂത്ത് ലീഗിന്റെ നേതൃത്വം, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ, എല്ലാവർക്കും ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ സമരം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്.